നമ്മളിവിടെ നോർത്ത് ഡൽഹിയിലായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇന്നലെ നമ്മൾ വൈകുന്നേരം ഇന്നലെ ചിക്കനാണ് ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നോർത്ത് ഡൽഹിയിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് മേലേക്ക് പോകാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു നോർത്ത് ഡൽഹിയിൽ എടുത്തേ. പക്ഷെ വണ്ടിക്ക് ചെറിയൊരു പണിയുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് വണ്ടി വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൺസെപ്റ്റ് ലൂസാണോ എന്നുള്ളത് നോക്കണം. അതേപോലെ ഈ ഒരു റൈനോക്സിൻ്റെ ജാക്കറ്റ്, ഈ ഒരു റൈനോക്സിൻ്റെ എന്താ പറയുക, നമ്മുടെ തെർമൽ, ഈ റൈനോക്സിൻ്റെ തെർമൽ നമുക്ക് നാട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡൽഹിയിൽ നിന്ന് അതും കൂടി ഒന്ന് വാങ്ങണം. അപ്പോൾ നമ്മൾ സൗത്ത് ഡൽഹിയിലേക്ക് അപ്പോൾ നമ്മളിവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം കൂടി ഡൽഹി സ്റ്റേ ഉണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ്. താങ്ക് യു. ആംബിയന്റ് ടെമ്പറേച്ചർ 10 ഡിഗ്രി. ഇന്നലെ മാപ്പ് കാണിച്ചത് വേറൊരു ഗലിയാണ്. നമ്മുടെ വണ്ടി ചെറുതായിട്ട് താഴെ വീണതുകൊണ്ട് വണ്ടിക്ക് ചെറിയൊരു വോബ്ലിംഗ് ഉണ്ടോ നമുക്ക് തോന്നുന്നതെന്നറിയില്ല. കാരണം കോൺസെപ്റ്റ് മാറ്റിയപ്പോൾ ചെറുതായിട്ട് അങ്ങനെ ഉണ്ടാവുന്നവർ പറഞ്ഞിന്. ഇനിയിപ്പോൾ അതുകൊണ്ടാണ് എന്താണെന്നല്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഒട്ടും വയ്യ. ഇവനാണ് വണ്ടി എടുക്കുന്നത്. മൈ ഡ്രൈവർ വിൽ conducted me. My driver will be assisting me today. Yeah, my driver will be assisting me today. തണുത്തിട്ട് വയ്യ. അത് തിരക്കുണ്ടല്ലോടാ. ചെക്ക് ചെയ്യാനല്ലേ? ചെക്ക് ചെയ്യാനല്ലേ? നോക്കാം. हल्का सा गिरा था और थोड़ा वॉबलिंग हो रहा है. कॉन्सेप्ट चेंज किया था 3 दिन पहले, पता नहीं थोड़ा सा ऐसे फर्स्ट गियर में चल रहे ना, वॉबलिंग हो रहा है. കുഴപ്പമൊന്നുമില്ല അല്ലേ? ठीक है. പിന്നെ അടുത്ത പരിപാടി റൈനോക്സ്. നമ്മുടെ ബൈക്കിന് പ്രശ്നമൊന്നുമില്ല, കാറ്റും ചെക്ക് ചെയ്താൽ മതി പറഞ്ഞു. നമ്മൾ പിന്നെ വീണത് കൊണ്ടൊന്ന് പ്രിക്കോഷൻ പോലെ ഒന്ന് ജസ്റ്റ് നോക്കിയത്. അപ്പോൾ അവർ ഓടിച്ച് നോക്കിയിട്ട് ഓക്കെയാന്ന് പറഞ്ഞു. നോക്കാം നമുക്ക് അടുത്ത് ഇനിയിപ്പോൾ റൈനോക്സിൽ പോകണം. എന്നിട്ട് ഇവിടെ എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നേരെ പോവുക. ആ സിഗ്നൽ എത്തുന്നതിന് മുമ്പ് ഇടത്തോട്ടേക്ക് ഒരു വഴി ഉണ്ടാവും. അവിടെയാണ് റൈനോക്സിൽ ഉള്ളത്. ശരിയാ.
ഇപ്പൊ തന്നെ ഇട്ടാലോ? ആ ഇപ്പോൾ ഇടുന്നതിന് ഇപ്പം എന്താ അത്ര തണുപ്പില്ല കേട്ടോ. അല്ല, നമ്മളിൽ കവർ എടുത്തിട്ട് പോകണ്ടേ? അതല്ലേ ഇത് ആ ഒരു കവറിലുള്ളൂ. എന്തായാലും എടുക്കണ്ടേ, എന്തായാലും എടുക്കണ്ടേ, നമുക്ക് വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ. യാ ഫൈൻ, ഷുവർ, ഓക്കെ വിത്ത് ഇറ്റ്. കംഫർട്ട് ഓക്കെ ആണോ മൊത്തത്തിൽ? ജാക്കറ്റ് എക്സൽ ആണോ? ഡബിൾ എക്സൽ? ജാക്കറ്റ് എക്സൽ. എക്സലാ? യാ. പാനിപ്പൂരി നീ കഴിക്കുന്നുണ്ടോ? വേണ്ടടാ, വയറുവേദന വരും. നമുക്ക് ബോംബെയിലെത്തിയിട്ട് കഴിക്കാം. ഇവിടെ വെള്ളത്തിൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്യൂ ആ. സൂപ്പ് ഇട്ടോ നോക്കാം. പിന്നെ ഇവിടെ കിട്ടില്ല. ഓ, അങ്ങനെയാണ് അതിന്റെ അർത്ഥം. പിസ്സ ബർഗർ അതാണ് അർത്ഥം. പിസയും ബർഗറും കിട്ടുന്ന പാസ്ത കഴിക്കാൻ പറ്റും. मल्लू राइडर गर्ल. तो कश्मीर जा रहा है. चालू तो कर ले. One of the best burger I have ever had. എനിക്ക് കേരളത്തിൽ നല്ല ബർഗർ കിട്ടാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലത്ത് നല്ല ബർഗർ കിട്ടാത്തതുകൊണ്ടായിരിക്കും. ബ്രാൻഡഡ് ബർഗറിനേക്കാളും നല്ല മാക്ഡി, KFC, ബർഗർ കിങ്, വെജിറ്റേറിയൻ ബർഗർ. बहुत अच्छा लगा. हम वेज इतना खाता नहीं है, लेकिन बहुत अच्छा लगा. कितना हो गया? 460. वो ब्रांडेड बर्गर से भी अच्छा था. क्वालिटी इंडेक्स काണിക്കുന്ന This is very foggy here. See, you can see there.